ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KBM. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലെ വീഡിയോസ് കുറവായിരിക്കും. ഓക്കെ, നമ്മളിനിയിപ്പം ബസ് സിമുലേറ്റർ കേരള അല്ലെങ്കിൽ BSKയിലോ ഉള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഗ്യാരേജിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഹണി വ്യൂസിൻ്റെ സ്വന്തം ഗജവീരയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറുക്കൻ ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് പതുക്കെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ ആളെ എടുക്കാൻ പോകണം. അപ്പോൾ പോണ വഴി നമ്മുടെ റെഡ് ബുള്ളിൻ്റെ പുതിയ വണ്ടി ഉണ്ട്. ഓക്കെ, പുതിയ 80 കാര്യങ്ങളെല്ലാം ഇവിടെ പമ്പിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ റെഡ് ബുള്ള് അതിൻ്റെ പുതിയ വണ്ടിയുടെ എഡിഷൻ നെയിമും കാര്യങ്ങളെല്ലാം ഡോമിനസ് എന്ന് പറഞ്ഞൊരു എഡിഷൻ നെയിമും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അത് ഓടിക്കുന്നത് നമ്മുടെ സ്വന്തം അഫ്സലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അവന് ഞാനും കുറച്ച് നാൾ മുന്നേ തൊട്ടുള്ളൊരു ചെറിയൊരു പരിചയവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ അവനെ വിളിച്ചു, അങ്ങനെ അവൻ ട്രിപ്പും കാര്യങ്ങളെല്ലാം എടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ നമ്മുടെ റെഡ് ബുള്ളിൻ്റെ പുതുപുത്തനായ 80 ഇവിടെ ഡീസലും കാര്യങ്ങളെല്ലാം അടിക്കാൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ അങ്ങനെ ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ച് നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ രണ്ട് വണ്ടിയായിട്ട് നേരെ നമ്മളാളെ എടുക്കാൻ പോവുകയാണ്. അപ്പം അവൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത് ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ വട്ടം വിട്ടേക്കുവാണ്. സോ അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞേടാ, നീ അപ്പുറത്തെ എൻട്രി അപ്പുറത്തെ വഴി കൂടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറയുന്നതെല്ലാം കേട്ടതേ നമ്മുടെ അഫ്സൽ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇട്ട് നൈസായിട്ട് ഇറക്കിക്കൊണ്ട് വരണം. അപ്പം അവനാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുറകെ കൊണ്ടിടാനാണ് നോക്കിയത്. അപ്പം ഞാൻ നേരെ പറഞ്ഞു, എടാ അതിൻ്റെ കാര്യമില്ല, നീ നേരെ ഫ്രണ്ടിൽ കയറ്റിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇറക്കനാണെങ്കിൽ റെഡ് ബുള്ളിൻ്റെ 80 കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം വണ്ടി അപ്ഡേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ജസ്റ്റ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി, പിന്നെ വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതുപോലെ തന്നെ ചെറിയൊരു രീതിക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോരോ പരിപാടിയും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് 2 വണ്ടിയുടെ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവനോട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ തന്നെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോവും. അവൻ പോയ പുറകെ വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോകാൻ. ഓക്കെ, അങ്ങനെ അവൻ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചെറുക്കനുമായിട്ട് നൈസായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് BSKയിലോട്ട് മാറാനുള്ള ഒരിതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കണ്ടല്ല, നമ്മൾ ഇത്ര നാളും ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ മൾട്ടിപ്ലെയറിൽ നമുക്ക് ഒരു മോഡ് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. സോ ഇതാണെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗെയിം ഓരോ ഇതായിട്ട് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്കൊരു നല്ലൊരു കേരള ഗെയിം തന്നെ അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി ആളെയും കയറ്റി നൈസായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ചെറുക്കൻ അവിടെ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ച് കയറ്റുന്നതിന് മുമ്പ് നെയിം ബോർഡും കാര്യങ്ങളെല്ലാം ഓണാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ അവൻ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനും നെയിം ബോർഡും കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം റിവേഴ്സ് എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വലിയ ഗ്യാപ്പില്ല, കറക്റ്റ് 2 വണ്ടി മുട്ടിയില്ല എന്നുള്ള രീതിക്കാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ അടി തട്ടേണ്ടതായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യം തട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അഫ്സൽ അവൻ പുറത്തിറങ്ങിയിട്ട് പോർട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ചെറുക്കന്മാരെ 2 പേരും അപ്പം നല്ല സെറ്റപ്പായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം തന്നെ ട്രിപ്പും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് 2-3 വീഡിയോയും അകത്ത് സെറ്റ് വർക്കും ലൈറ്റും കാര്യങ്ങളെല്ലാം ഓണാക്കി പിള്ളേരെ ഒന്ന് വണ്ടി കിടന്ന് പിള്ളേരും തുള്ളിച്ചൊരു വൈബ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഡ് ബുൾ ആയിക്കോട്ടെ, അവിടെ മിന്നി കിടക്കുന്നുണ്ട്. നമ്മുടെ ഹണി ബീസ് ആണ് കണ്ണും കാര്യങ്ങളെല്ലാം ഇട്ട് നടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫ്രെയിമും നല്ലൊരു കളർ കോംബോയും കൂടെ ആയിപ്പോയി. അതായത് റെഡ് ബ്ലാക്ക് തീം എപ്പോഴും ഒരു ഇതാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് അവൻ പോയി. അവനെ ഞാൻ എപ്പോഴും ഫ്രണ്ടിൽ വിടും കേട്ടോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ഗെയിമിലിപ്പം കയറിയിട്ട് അധികം ആയില്ല. അപ്പോൾ അവനാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് അഫ്സലിന്. സോ അതുകൊണ്ട് അവനാണ് എനിക്ക് വഴിയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. ഞാൻ ജസ്റ്റ് അവൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നതാണ്. ഇടയ്ക്ക് വല്ലതും കയറിപ്പോയി അങ്ങനെ കളിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ ഗജവീരയുടെ ക്യാബിനിൽ ഇരുന്ന് വെച്ചടിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഫ്രണ്ടിൽ അവനുണ്ട്. അവിടെ ഇവിടേക്ക് MVDയും കാര്യങ്ങളെല്ലാം കിടക്കുന്ന ഒരു ചെറിയൊരു സീനാണ്. സോ നോക്കി പോകണം. അപ്പോൾ നമ്മൾ ട്രിപ്പ് വേറെ എങ്ങോട്ടല്ല, നമ്മൾ ഇവിടെ നാളെയും കാര്യങ്ങളെല്ലാം കയറ്റി നേരെ ഒരു പള്ളിയിലോട്ടാണ്. ഓക്കെ, അവിടെ ചെന്ന് ഒരു 2-3 മണിക്കൂറത്തെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവൻ വിട്ടുപോയായിരുന്നു. ഞാൻ പുറകെ വെച്ച് പിടിച്ച് അവനെ കിട്ടി. ഒന്നും നോക്കിയില്ല, ഒരു ജംഗ്ഷൻ്റെ അവിടെ വെച്ച് കയറി പോകുന്നു കേട്ടോ. അവന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ കയറി പോകുന്നേ ഉള്ളൂ. അവൻ തന്നെ ഇപ്പോൾ കയറി പൊക്കോളും, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വലിയ പിടിയില്ല വഴി. ഓക്കെ, അപ്പോൾ അവൻ നമ്മളെ ചെറുക്കൻ നൈസായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ പുറകെ വെച്ച് പിടിക്കുവാണ്. അവൻ വെടിയുണ്ട പോകണവരെയാണ് പോകണം, അവനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല.
ഓക്കെ. അപ്പോൾ ദേ നമുക്കിനിപ്പോൾ പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഒരു 2 മണിക്കൂർ 1-2 മണിക്കൂറത്തെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇവർക്ക് എന്തോ പരിപാടിയും കാര്യങ്ങളെല്ലാം ആണ്. അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ അവിടുന്ന് പോകത്തുള്ളൂ. അവിടുന്ന് നമ്മൾ നേരെ പോയി ഒരു ഗ്രൗണ്ടിൽ പോയി ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ടാണ് പ്ലാൻ. ഓക്കെ. അങ്ങനെ ദേ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ അവൻ നൈസായിട്ട് റിവേഴ്സും കാര്യങ്ങളെല്ലാം കയറ്റുവാണ്. അപ്പോൾ ദേ നമ്മളും നൈസായിട്ട് റിവേഴ്സും കാര്യങ്ങളെല്ലാം കയറ്റാൻ പോവാണ്. അപ്പോൾ അവൻ കയറ്റിയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. ഓക്കെ. അവൻ ഒറ്റ തിരിവിൽ തിരിച്ചില്ല കേട്ടോ. അപ്പം എന്താ നമ്മൾ ഒറ്റ തിരിവ് തിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോരുമോ എന്നുള്ളൊരു ഇതിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ദേ അവൻ ഇപ്പോഴും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ദേ നൈസായിട്ട് ഓക്കെ നമ്മൾ ഒറ്റ തിരിവിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ദേ നമ്മൾ 2 ചെറുക്കന്മാർ നൈസായിട്ട് അകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം പിള്ളേരെല്ലാവരും നൈസായിട്ട് ഇറക്കി അവരുടെ പരിപാടിക്ക് വിടണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കിടന്നുറങ്ങണം. അതുപോലെ തന്നെ കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ ദേ അങ്ങനെ നമ്മളിവിടെ കിടക്കുന്നു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് പോസ്റ്റാണ്. അപ്പോൾ ദേ നമ്മൾ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്ത് ഇനി പിള്ളേർ വരെ നമ്മൾ വണ്ടിയിൽ കിടന്നുറങ്ങണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നാമത്തെ പ്രശ്നം 2 വണ്ടിക്ക് AC കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ റെസ്റ്റ് എടുക്കാം. അവർ വന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ. 2 hours later. അപ്പോൾ ഗായ്സ് ദേ അങ്ങനെ ഒരു 2-3 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ദേ ഞങ്ങൾ ആളെയും കയറ്റി ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ പോവാണ്. അപ്പം അവൻ പോണ വഴി ദേ നോക്കിയപ്പോൾ നൈസായിട്ടൊരു MVDയും കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഓക്കെ. എന്നാണേലും കൈ കാണിച്ചില്ല. അപ്പോൾ ദേ നമ്മൾ നൈസായിട്ട് പോവാണ്. ഇത്രയും നേരം അവനാണെങ്കിൽ വെടിയുണ്ട പോലെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഫ്രണ്ടിൽ പോണവൻ. അവൻ എന്നിട്ട് ഇപ്പോൾ MVDനെ കണ്ടപ്പോൾ അവൻ പതുക്കെയാണ് പോണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ദേ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമില്ല. ഏകദേശം രാത്രി 6 ആയതുകൊണ്ട് ചെറിയൊരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 1 eternity later. അപ്പോൾ അതേ സമയം ഇപ്പോൾ ഒരു 7 മണി 8 മണി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതേ പിള്ളേർക്ക് ഫുഡും കാര്യങ്ങളും വൈകിട്ടത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതേ നമ്മൾ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് വോക്കലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പതുക്കെ പോകുമായിരിക്കും. ഓക്കെ. അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ദേ അങ്ങനെ നമ്മൾ വോക്കൽ കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിനിപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോകണം. കാരണം ചെറിയൊരു വള്ളി കിട്ടാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. സോ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഫ്രണ്ടിൽ പോകണം. അവൻ പുറകെയാണ് പോകുന്നത്. ഓക്കെ. വള്ളി ഉള്ളതുകൊണ്ട് അവനെ പുറകെ വിടുവാണ്. നമ്മൾ നേരെ ഫ്രണ്ടിൽ പോവാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള വീഡിയോസൊക്കെ ഏകദേശം ഈ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും. ഓക്കെ. മൾട്ടിപ്ലെയർ ടീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ BSK ഗ്യാങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്.